ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയ മുന്നണികൾ. അമിത്ഷായും രാഹുൽ ഗാന്ധിയും വിവിധ മണ്ഡലങ്ങളിൽ പൊതുറാലികളിൽ പങ്കെടുത്തു. ഇതിനിടെ അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. യമുന നദിയിലെ വിഷമാലിന്യം ചൂണ്ടിക്കാണിച്ച് ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. രാജ്യതലസ്ഥാനം ബൂത്തിലേക്ക് നീങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വാഗ്ദാനങ്ങളും പരാതികളും പോർവിളികളും മുറുകുകയാണ്. യമുനാ നദിയിൽ അമോണിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ദില്ലി മുഖ്യമന്ത്രി അതിഷി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഹരിയാന സംസ്ഥാനം വിഷമാലിന്യം യമുനയിലേക്ക് ഒഴുക്കുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഇതോടെ പ്രതിരോധവുമായി രംഗത്തെത്തിയ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഹരിയാന സംസ്ഥാനത്തെ അപമാനിച്ച കെജ്രിവാളിനെ പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ടതായി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ദില്ലിയിൽ വിവിധ മണ്ഡലങ്ങളിലെ റോഡ് റാലികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. പ്രധാനമന്ത്രി മോദിയുടെ ആയുഷ്മാൻ ഭാരത് യോജന ഉൾപ്പെടെ കേന്ദ്ര പദ്ധതികളും ആനുകൂല്യങ്ങളും അരവിന്ദ് കെജ്രിവാൾ തടയുകയാണെന്ന് അമിത്ഷാ ആരോപിച്ചു. BJPക്കും ആം ആദ്മിക്കുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു കോൺഗ്രസ് റാലികളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. മദ്യനയത്തിൽ വൻ അഴിമതി നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ദില്ലി കലാപം അടിച്ചമർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി BJPക്കെതിരെ വിമർശനമുയർത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനിറങ്ങും. കൈരളി ന്യൂസ്, ദില്ലി.